വളരെ പോയി അവനത് വേണ്ടതാ. അവനെ ഞാൻ അടുക്കളയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയ സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് തറയില് ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് ഇതറിയാതെ തെന്നി നടു പിടിച്ചാ വീണത്. ഇവൻ അപ്പോഴേ അടുക്കളയിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. അതാ കൊടുത്തത്. കണക്കായി പോയി. നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത് ഭയങ്കര ഓവറാണ് കേട്ടാ. കൈ പൊള്ളുമ്പോ പിന്നെ കരയുടെ ഓവറാടി. നീ എവിടുത്തെ കൈ പൊള്ളി പറഞ്ഞപ്പോ കൈ ഇതിന്റെ വിധിയായിട്ട് നീ നോക്കിക്കോ. നീ പാമ്പിനായിട്ട് നോക്കിവിട്ടേക്കണം. നോക്കിക്കോ. പാമ്പ് നീയാ പാമ്പ്. നീ പടവലത്തെ ആ തോട്ടിലെ നീർക്കോലി, മണ്ണുള്ള നീർക്കോലി അല്ല, ഈ ഈർക്കിലിന്റെ വലിപ്പുള്ള നീർക്കോലിനെ കണ്ടോ നീർക്കോലി അറിയാലോ. ഞാൻ പാത്രത്തിൽ ചവിട്ടിയാണ് കുഴപ്പം. നിനക്കെടുത്ത് പാത്രം എടുത്ത് അറിയാം. ഞാൻ പാത്രത്തിൽ ചവിട്ടിയാണ് കുഴപ്പവും. പാത്രം ആരെടുത്ത് എറിഞ്ഞത്? ഞാനാണ്. അത് അവൻ എന്റെ പുറകെ വന്നോണ്ടാണ് എറിഞ്ഞത്. അയ്യ എന്തോന്നിത്? പണ്ട് കൊച്ചിലെ മണിച്ചിനാളേലും മാറ്റിന്റെ അറിയാലും തോട്ടിന്റെ അറിയ കിടന്ന് അടികൂടുമ്പോൾ കിടന്ന് അടികൂടുന്നതിന് ഇത്രയും പ്രായമായില്ലേ? പക്വമായില്ലേ? നാണക്കേടില്ലേ? അയ്യയ്യയ്യേ, ഞാനേ ഒരു ഭർത്താവ് ഒരു അളിയനുമാണ്. എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. എന്റെ തൊലി പൊള്ളിപ്പോണ്. ആരെ തൊലി പൊള്ളിയെ വാവിളിയെ കേട്ട് എന്റെ കൈ പൊള്ളി പോവാ. നിങ്ങളുടെ ഭാര്യ എന്റെ കൈ പൊള്ളിച്ച് കണ്ടില്ലേ? ഇന്നത്തോടെ പടവൽ നീ ഷോ ഞാൻ അവസാനിപ്പിക്കും. നീയാ എന്റെ ഷോ അവസാനിപ്പിക്കാൻ? എടാ ഇറക്കാ, ഞാനൊരു താരാട്ടുപാട്ട് പാടിയാലുണ്ടല്ലോ, നീ തറയെ കിടന്ന് വിരൽ ഉറിഞ്ഞ് ഇങ്ങനെ കിടന്ന് ഉറങ്ങും. അങ്ങനെയല്ല, ഞാനൊരു തേൻമുട്ടായി വാങ്ങിച്ചോണ്ടെന്ന് എന്റെ പറയും കരഞ്ഞോണ്ട് ഓടി വരും. അങ്ങനെയുള്ള ആളാണ് എന്റെ അടുത്ത് കാര്യം. അയ്യേ, ഞാനൊരു നാരങ്ങ മിഠായി മേടിച്ച നീ ഈ സെറ്റിൽ പോയി ഇരിക്കും അതഞ്ഞുണഞ്ഞോണ്ട് പറഞ്ഞ് ചട്ടവും പഴിവ് ചോദിച്ചോണ്ടിരിക്കുന്നു. വലിയൊരു ഉദ്യോഗസ്ഥ പുളിയാങ്കുരു. പുളിയാങ്കുരു ഒട്ടപ്പേര് വിളിക്കടാ. നിന്റെ പോയിട്ടില്ല. നിന്നെ ഞാൻ പഴിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഈ മാമനെ കൊണ്ട് എത്ര കിട്ടിയാലും പഠിക്കൂലല്ലേ ഇവൻ. കിട്ടണ അങ്ങോട്ട്. രണ്ടിൽ ഒരാൾ തീരാതെ ഈ പ്രശ്നം തീരൂല. രണ്ടിനെ ഞാൻ തീർത്തളയും. നിങ്ങളാ തീർക്കണത്? നിങ്ങൾ തീരാതെ നോക്കിക്കോ. അളിയനാണെന്നും ഞാൻ നോക്കില്ല. വല്ലയിടത്തിട്ട് അടിച്ചേരും കേട്ടാ. എടാ മര്യാദ ഒതുങ്ങില്ലോ. ഞാൻ വല്ലയിടത്ത് കേട്ടി തരും. മിണ്ടാതെ അവിടെ മാറി നിന്നോണോട്ടാ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഭർത്താവാണ് കൃത്താവാണെന്നും പറഞ്ഞ് വന്നേക്കരുത്. അളിയനെന്ന് പറഞ്ഞോണ്ട് ഞാൻ വല്ലയിടത്തും ചെയ്യുള്ളൂ. മക്കളെ നിങ്ങളെന്ത് എല്ലാരും മിണ്ടാ നിക്കണേ? ഒരൊറ്റ എണ്ണം ഇതിനകത്ത് ഇടപെട്ടേക്കരുത്. ഞാനല്ലാതായി മാറിക്കൊണ്ടിരിക്കാം. പറഞ്ഞില്ലെന്ന് നീ ആരായാലും ഇരിക്കുന്നടാ. നീ മാറാതിരിക്കെ എന്ത് കുന്തോമിലൊക്കെ ചെയ്യും. ഞാൻ പടവലത്ത് പോയിട്ട് പഴയ കോടയിൽ എടുത്തോണ്ട് പറഞ്ഞു. നീ പടവലത്ത് പോയിട്ട് പഴയ കോടയിലെടുത്ത് കുറച്ച് വിറവ് കൊടുത്തോണ്ട് പോ. ഇവിടെ ഗ്യാസ് തീർന്നിരിക്കുക, കത്തിക്കാം. നീ പടവലത്ത് പോയാൽ ഇത് ചെയ്യും. അമ്മയുടെ മടിയിൽ കയറി എനിക്ക് ഒരു ചോക്ലേറ്റ് തിന്നുകൊണ്ട്. പണ്ട് വാങ്ങിച്ച ചൈനീസ് പടക്കം എവിടെയാടാ? പടക്കം കൊണ്ട് അടുക്കളയിലെടുത്ത് കുറച്ച് പേസ്റ്റ് ഇടാം. കച്ചട ഫാമിലീസ്. ഇത് ഇവിടുന്നാണല്ലോ ഞാൻ ഒരു പെണ്ണിനെ എടുത്തത്. ഈ കച്ചട ഫാമിലി. നിങ്ങൾ പെണ്ണിനെ എടുത്തത്? എനിക്ക് പറ്റിയ അബദ്ധം ഇങ്ങനെ ഒരെണ്ണം. ഇത് നീലി പോലെടാ. കള്ളിയങ്കാട്ട് നീലി. പറഞ്ഞു എന്ത് പിണക്കമൊക്കെ തീർന്നാ? അപ്പൊ ഇത്രേ ഉള്ളു ചേച്ചി തമ്മിലുള്ള പിണക്കം. എന്തിനിടെ കിടന്ന് തീർന്നു. ചേച്ചിയെ കൊടുത്തേക്കാം. ഞാൻ കൊടുത്തേക്കാം. അതിന് അളിയൻ വേണം. മനസ്സിലൊന്നുമില്ല, നിഷ്കളങ്കനാണ്, പാവം ചെറുക്കായി. എന്താ കയ്യില് കുട്ടം മോനെ ഇപ്പൊ കത്തി തീർന്നു. ചാമ്പറായിരുന്നു.